സിലബസിൽ കേന്ദ്ര ഇടപെടലില്ലാതെ PM ശ്രീ നടപ്പാക്കാൻ സർക്കാർ. സിലബസിൽ കൈകടത്താൻ കേന്ദ്രത്തെ അനുവദിക്കരുത് എന്ന് UDF-ൽ പൊതുവികാരം. 265 സ്കൂളുകളിൽ PM ശ്രീ പദ്ധതി നടപ്പാക്കും. മറ്റ് സ്കൂളുകളിൽ പഠിപ്പിക്കുന്ന അതേ സിലബസ് തന്നെ PM ശ്രീ സ്കൂളുകളിലും പഠിപ്പിക്കും. അമൽ തേനപ്പറമ്പിൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. അമൽ, ഗുഡ് മോർണിംഗ്. ഈ കേന്ദ്ര ഇടപെടലില്ലാതെ ഒരു സിലബസ് പരിഷ്കരണം അല്ലെങ്കിൽ അത്തരത്തിലൊരു സിലബസ് മുന്നോട്ട് കൊണ്ടുപോകുന്ന സാങ്കേതികമായി നടക്കുന്ന കാര്യമാണോ? എന്താണ് അതിന്റെ വിശദാംശങ്ങൾ അമൽ? PM ശ്രീ പദ്ധതി നടപ്പാക്കും എന്നുള്ള കാര്യത്തിൽ ഇനിയിപ്പോൾ മറ്റ് ചോദ്യങ്ങൾക്ക് പ്രസക്തിയില്ല. പദ്ധതി എന്തായാലും നടപ്പാക്കും. അത് സംബന്ധിച്ച് പഠിക്കാനൊരു 4-അംഗ മന്ത്രിസഭാ ഉപസമിതിയൊക്കെ വെച്ചിരുന്നു. M ലിജു, അതോടൊപ്പം തന്നെ റോജി M ജോൺ, PC വിഷ്ണുനാഥ്, അതോടൊപ്പം തന്നെ N ഷംസുദ്ദീൻ, ഈ 4 മന്ത്രിമാരെയൊക്കെ ഉൾപ്പെടുത്തി ഒരു ഉപസമിതിയൊക്കെ വെച്ചിരുന്നു. ആ ഉപസമിതിയുടെ റിപ്പോർട്ടൊക്കെ ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ. പക്ഷേ ആ റിപ്പോർട്ട് വരുന്നതിന് മുന്നേ തന്നെ UDF-ന്റെ തീരുമാനം എന്ത് എന്നുള്ള കാര്യം ഇന്നലെ വ്യക്തമായിട്ടുണ്ട്. UDF കൺവീനർ വാർത്താ സമ്മേളനം നടത്തി PM ശ്രീ പദ്ധതി കേരളത്തിൽ നടപ്പാക്കും എന്നുള്ള കാര്യം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ അതിൽ 2 ചോദ്യമില്ല. അല്ലെങ്കിൽ പദ്ധതി നടപ്പാക്കുമോ ഇല്ലയോ എന്നുള്ള ആശയക്കുഴപ്പങ്ങൾ ഇനിയില്ല. പദ്ധതി എന്തായാലും കേരളത്തിൽ നടപ്പാക്കും. പക്ഷേ അത് നടപ്പാക്കുമ്പോൾ ഇങ്ങനെയൊരു പദ്ധതി പ്രതിപക്ഷത്തിരുന്ന സമയത്ത് വിദ്യാഭ്യാസ രംഗത്ത് കാവ്യവൽക്കരണം നടപ്പാക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണ് ഈ പറയുന്ന PM ശ്രീ പദ്ധതി എന്നൊക്കെ പറഞ്ഞിരുന്ന ആളുകളാണ്. അതാണ് തിരഞ്ഞെടുപ്പിൽ പ്രചരണ സമയത്ത് അടക്കം പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പോൾ അധികാരത്തിലേക്ക് എത്തുമ്പോൾ ആ വിഷയത്തിൽ നിലപാടങ്ങ് മാറ്റുകയാണ്. PM ശ്രീ അറബിക്കടലിൽ എന്നൊക്കെ പറഞ്ഞ UDF നേതാക്കൾ ഒരുപാടുണ്ട്. പക്ഷേ ഇപ്പോൾ ആ നിലപാട് ആവർത്തിച്ച് പറയാൻ കഴിയുന്നില്ല. PM ശ്രീ പദ്ധതി എന്തായാലും നടപ്പാക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഇനിയിപ്പോൾ അതെങ്ങനെ നടപ്പാക്കും എന്നുള്ള കാര്യം ആളുകളോട് വിശദീകരിക്കേണ്ടതുണ്ട്. അപ്പോൾ അത് വിശദീകരിക്കുന്ന സമയത്താണ് ഇത്തരത്തിലൊരു കാര്യം പറയുന്നത്. സിലബസിൽ ഇടപെടാൻ ഒരു കാരണവശാലും കേന്ദ്ര സർക്കാരിനെ അനുവദിക്കില്ല. അതിൽ എന്തെങ്കിലും തരത്തിലുള്ള മാറ്റം വരുത്താൻ അവരുടെ ഒരു ഇടപെടൽ ഉണ്ടാകുന്ന ഘട്ടമുണ്ടായാൽ അപ്പോൾ കോടതിയെ സമീപിക്കും എന്നുള്ളതാണ് ഇപ്പോഴത്തെ സർക്കാരിൻ്റെ ഒരു നിലപാട്. ഈ മന്ത്രിസഭാ ഉപസമിതി സമർപ്പിക്കുന്ന റിപ്പോർട്ടിൽ ഈ കാര്യം കൂടി ഉൾപ്പെടുത്തിയാകും ആ റിപ്പോർട്ട് ഉണ്ടാകുക. അതിനുശേഷം അധികം വൈകാതെ തന്നെ ഈ വിഷയത്തിൽ സർക്കാരിൻ്റെ ഒരു അന്തിമ തീരുമാനം അടുത്ത ക്യാബിനറ്റ് യോഗത്തിന് ശേഷം മുഖ്യമന്ത്രി തന്നെ ഈ വിഷയത്തിൽ എന്താണ് സർക്കാർ നിലപാട് എന്ന് പറയും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. 265 സ്കൂളുകളിലാണ് PM ശ്രീ നടപ്പാക്കാനുള്ള നിർദ്ദേശമുള്ളത്. ആ 265 സ്കൂളുകളിൽ മറ്റ് സ്കൂളുകളിൽ എന്ത് സിലബസാണോ പഠിപ്പിക്കുന്നത് അത് തന്നെ അവിടെയും പഠിപ്പിക്കും. അതിൽ ആ കേന്ദ്രത്തിൻ്റെ ഇടപെടലുകൾ ഉണ്ടാകില്ല എന്നുള്ളതാണ് ഇപ്പോൾ പറയുന്നത്. മോത്തി ചോദിച്ചതുപോലെ ഇതൊരു സാങ്കേതിക പ്രശ്നമാണ്. അങ്ങനെ PM ശ്രീ പദ്ധതി നടപ്പാക്കുകയും അതോടൊപ്പം ഞാനും പറഞ്ഞത് കേന്ദ്രം നൽകുന്ന ഫണ്ട് വേണം, ആ പദ്ധതി പ്രകാരം കാര്യങ്ങൾ മുന്നോട്ട് പോകണം എന്ന് പറയുമ്പോൾ അതങ്ങനെ തന്നെയാണ്. കേന്ദ്രം ഫണ്ട് കൊടുക്കുന്നു, അതുമായി ബന്ധപ്പെട്ട സാങ്കേതിക കാരണങ്ങൾ ഒരുപാടുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് പണം വേണം അല്ലെങ്കിൽ സഹായം വേണം, പക്ഷെ ഞങ്ങൾക്ക് തോന്നിയതുപോലെ ഞങ്ങൾ പഠിപ്പിക്കൂ അല്ലെങ്കിൽ സിലബസ് തീരുമാനിക്കൂ എന്ന് പറയാനുള്ള അവകാശം സംസ്ഥാനങ്ങൾക്ക് ഉണ്ടാകുമോ എന്നതാണ് ഞാൻ ചോദിച്ചത്. കേന്ദ്രത്തിനും സംസ്ഥാനത്തിനും ഒരുപോലെ അധികാരമുള്ള ഒരു വിഷയമാണ് ഈ വിദ്യാഭ്യാസം. അതിനാൽ ആ വിഷയത്തിൽ എന്തെങ്കിലും തരത്തിൽ ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യമായിരിക്കും ഒരുപക്ഷെ അതിനുള്ള സാധ്യതയായിരിക്കും തേടാൻ പോവുക. അഥവാ കേന്ദ്ര ഇടപെടൽ ഈ സിലബസിൻ്റെ കാര്യത്തിൽ ഉണ്ടായാൽ, സിലബസ് മാറ്റണമെന്നോ അല്ലെങ്കിൽ കേന്ദ്രം നിർദ്ദേശിക്കുന്ന സിലബസ് പഠിപ്പിക്കണമോ എന്നുള്ള ഒരു നിർദ്ദേശം കേന്ദ്രത്തിൽ നിന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ കോടതിയെ സമീപിക്കാനുള്ള സാധ്യതകളാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ തേടുന്നത്. ഏതെങ്കിലും തരത്തിൽ നേരത്തെ സർവകലാശാലകളിലൊക്കെ ചില വിഷയങ്ങളൊക്കെ പഠിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് വലിയ പ്രശ്നങ്ങൾ ഉണ്ടായതാണ്. സവർക്കറുടെ ചരിത്രം പഠിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഈ സർവകലാശാല കേരളത്തിൽ തന്നെ പല വിഷയങ്ങളും ഉയർന്നു വന്നതും വലിയ വിവാദമായി മാറിയതുമാണ്. അപ്പോൾ സ്വാഭാവികമായും കേന്ദ്രം നിർദ്ദേശിക്കുന്ന ഒരു സിലബസ് പഠിപ്പിച്ച് മുന്നോട്ട് പോകാനുള്ളൊരു തീരുമാനം 265 സ്കൂളാണെങ്കിൽ പോലും അവിടെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് വലിയ പ്രതിഷേധത്തിന് കാരണമാകും. അതിനാൽ തന്നെ ആ സിലബസ് പഠിപ്പിക്കാതിരിക്കാനുള്ള എല്ലാ സാധ്യതയും തേടും, അതിന് നിയമപരമായ മാർഗ്ഗങ്ങൾ തേടും എന്നുള്ളതാണ് ഇപ്പോൾ സർക്കാരുമായി ബന്ധപ്പെട്ട ആളുകൾ വ്യക്തമാക്കുന്നത്. ഈ മന്ത്രിസഭാ ഉപസമിതിയുടെ റിപ്പോർട്ടിൽ ആ കാര്യം കൂടി ഉൾപ്പെടുത്തിയാകും ആ റിപ്പോർട്ട് സമർപ്പിക്കുക. അതിനുശേഷമായിരിക്കും പിന്നീട് ഏത് തരത്തിൽ മുന്നോട്ട് പോകണമെന്നൊരു കാര്യം തീരുമാനിക്കുക. എന്തായാലും അടുത്ത മന്ത്രിസഭാ യോഗത്തിന് മുന്നോടിയായി ഈ ഉപസമിതിയുടെ റിപ്പോർട്ട് ഉണ്ടാകും. ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാകും ഇനി സർക്കാരിൻ്റെ ഉള്ള മുന്നോട്ട് പോക്ക്. എന്തായാലും PM ശ്രീ പദ്ധതി നടപ്പാക്കും. അത് എങ്ങനെ നടപ്പാക്കണം എന്നുള്ള കാര്യത്തിൽ മാത്രമാണ് ഇനിയിപ്പോൾ ചർച്ചയുള്ളത്. മോദി.